പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ CPM-നെ തോൽപ്പിക്കാനല്ല ബുദ്ധിമുട്ട്, തോൽപ്പിച്ചു എന്നും നിങ്ങൾ തോറ്റു എന്നും പറഞ്ഞവരെ ബോധ്യപ്പെടുത്താനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും നിരന്തരം ഇങ്ങനെ ഒപ്പിച്ചെടുത്ത കണക്കുകളുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ നേതാവല്ല, CPM-ന്റെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു 64 സീറ്റിൻ്റെ കണക്കുമായിട്ടാണ്. LDF-ന് തുടർഭരണം ഉറപ്പിക്കാനുള്ള സീറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി പരിശോധിച്ചാൽ 64 സീറ്റ് വരെ ലഭിക്കുമെന്നുമാണ് ഇന്ന് CPM സെക്രട്ടറിയുടെ അവകാശവാദം. ഒരുപാട് തിരിച്ചടികളും തോൽവികളും കടന്നാണ് CPM-ഉം ഇടതുപക്ഷവും ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന MV ഗോവിന്ദനെ കാണുമ്പോൾ കുറച്ച് ദിവസം മുൻപ് ശബരിമലയെ പറ്റി അഭിപ്രായം പറഞ്ഞ ജയരാജനെയാണ് ഓർമ്മ വരുന്നത്. അതായത് ജയിലുകളിൽ കിടന്ന് തന്നെയാണ് CPM നേതാക്കൾ വളർന്നു വന്നത് എന്നും CPM-ന്റെ ചരിത്രം അതാണെന്നും പറഞ്ഞ ജയരാജന്റെ വാക്കിന് കിട്ടിയ തിരിച്ചടി ജനങ്ങൾ നൽകിയതാണ് നമ്മൾ കണ്ടത്. പണ്ട് ജയിലിൽ കിടന്നവർ സ്വർണം കട്ടിട്ടല്ല ജയിലിൽ പോയത് എന്ന് ജയരാജന് മനസ്സിലാകുമ്പോഴേക്കും MV ഗോവിന്ദന്റെ തുടരെയുള്ള ഈ ന്യായീകരണങ്ങൾ ഇങ്ങനെ വരികയാണ്. തിരിച്ചടികൾ CPM-ന് പുത്തരിയല്ല എന്ന് പറയുന്ന MV ഗോവിന്ദൻ ഇപ്പോഴത്തെ തിരിച്ചടിയെക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കയ്യിലുണ്ടായിരുന്ന 4 കോർപ്പറേഷനുകൾ, 4ഓളം ജില്ലാ പഞ്ചായത്തുകളും ഒട്ടനവധി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളും നഷ്ടപ്പെട്ടിട്ടും ഇത് CPM-ന്റെ വിജയമാണെന്നും 64 MLA-മാരെ കിട്ടുമെന്നും പറയുമ്പോൾ സത്യത്തിൽ അത് ജനങ്ങളെയാണ് വിഡ്ഢികളാക്കുന്നത്. ഒരിക്കൽ പരാജയപ്പെടുത്താൻ വിചാരിച്ച ഒരു ജനക്കൂട്ടത്തെ നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് തോൽപ്പിക്കാനുള്ള ഒരു അവസരം കൂടി നൽകുകയാണ് MV ഗോവിന്ദൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഗോവിന്ദന്റെ ചിന്താശരണികളും പ്രതിക്രിയാവാദങ്ങളും ഒന്നും പറയാൻ ഇന്നും മറന്നിട്ടില്ല. അതായത് CPM-ന്റെയും LDF-ന്റെയും അടിത്തറ തകർന്നുവെന്ന വലതുപക്ഷ കക്ഷികളുടെയും അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങളുടെയും വിശകലനത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിശ്വാസി സമൂഹവും ന്യൂനപക്ഷവും LDF-നെതിരെ വോട്ട് ചെയ്തുവെന്ന വലതുപക്ഷ മാധ്യമ ആഖ്യാനവും വസ്തുതകളുമായി ബന്ധമില്ലാത്തതെന്നാണ് ഗോവിന്ദൻ ഇന്നും പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് UDF ആണെങ്കിലും ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ളത് CPM-നാണ് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന MV ഗോവിന്ദന്റെ ഇന്നത്തെയും ന്യായീകരണം, പേജുകൾ നിരത്തിയുള്ള സോഷ്യൽ മീഡിയ കുറിപ്പ്, അതിനിയും തുടർന്നാൽ UDF രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം.